ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഫാർ ഔട്ട് ഓഫ് ദ മണിയൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡെൽറ്റ വാല്യൂ 0.10 അല്ലെങ്കിൽ 0.2 റേഞ്ചിലേക്കൊക്കെ വരുന്ന ഡെൽറ്റ വാല്യൂ ശ്രദ്ധിക്കണം. നിങ്ങൾ എടുക്കുന്ന ഔട്ട് ഓഫ് ദ മണി ഏതാണ്, അതിൻ്റെ ഡെൽറ്റ വാല്യൂ എത്രയാണെന്ന് നോക്കണം. ഉദാഹരണത്തിന് ഡെൽറ്റ വാല്യൂ ATM സ്ട്രൈക്സിലൊക്കെ ഡെൽറ്റ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ഓൺ ആൻ ആവറേജ് 0.5 ആണെന്ന് സങ്കല്പിക്കാം. ഓൾമോസ്റ്റ് എല്ലാവരും അത് കൺസിഡർ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ 0.5 എന്ന് പറയുന്ന ഡെൽറ്റ വാല്യൂ ഉള്ള ATM സ്ട്രൈക്ക് 100 പോയിൻ്റ് നിങ്ങളുടെ ഡയറക്ഷനിലേക്ക് തന്നെ, അത് പോസിറ്റീവ് ഡയറക്ഷനിലേക്ക്, പോസിറ്റീവ് ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞ ബുള്ളിഷ് എന്ന അർത്ഥമല്ല. നിങ്ങൾ പുട്ട് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴ്പോട്ടേക്ക് പോകണം, കോൾ ഓപ്ഷൻ ബൈ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകണം. അപ്പോൾ ഈ രണ്ട് സിനാരിയോയിലും നിങ്ങളുടെ പോസിറ്റീവ് വ്യൂ എന്താണ്? നിങ്ങൾ കോൾ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ 100 പോയിൻ്റ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50%, അതാണ് ആ ഡെൽറ്റ വാല്യൂ 0.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രീമിയത്തിൻ്റെ, നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സ്ട്രൈക്കിൻ്റെ നിങ്ങൾ കൊടുക്കുന്ന തുക എത്രയാണോ അതിൻ്റെ 50%ഓളം ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഡെൽറ്റ വാല്യൂ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. അതേ സ്ഥാനത്ത് അപ്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കുറവായിരിക്കാം, പക്ഷേ അതിൻ്റെ ഡെൽറ്റ വാല്യൂ ഇപ്പോൾ 0.1 ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? 100 പോയിൻ്റ് മുന്നോട്ട് വന്നാലും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൻ്റെ 10%, അതും സാധ്യതയുള്ളതാണ്. അതിനകത്ത് എന്താ പറയുക, നിങ്ങൾക്ക് ആകെ ലഭിക്കാൻ സാധ്യതയുള്ളതേ 10%. അതിനുള്ളിൽ എന്തൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും? DK അതിൽ നിങ്ങൾക്ക് 100 പോയിൻ്റ് കയറി വരാൻ നേരം എടുക്കുന്ന സമയം എത്ര? അത് ഒരു ദിവസമാണോ, ഒരു മണിക്കൂറാണോ, 5 മിനിറ്റാണോ, 10 മിനിറ്റാണോ, ഒരാഴ്ചയാണോ എന്നിരിക്കും അതിൻ്റെ ബാക്കിയുള്ള ഘടകങ്ങൾ. അപ്പോൾ അതിപ്പോൾ ഇതേ ഔട്ട് ഓഫ് ദ മണി തന്നെ നിങ്ങൾ വാങ്ങിയ നിമിഷം മുതൽ ഒരു നോൺ സ്റ്റോപ്പായിട്ട് അത് ഈ പറഞ്ഞ പോലെ നല്ല സ്പീഡായിട്ട് അതേ പോസിറ്റീവ് ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ 100% നിങ്ങൾ നല്ല പ്രോഫിറ്റിലേക്ക് വരാം. കാരണം ഗാമ എഫക്റ്റും കൂടി അതിനകത്ത് ആഡാകും. അത് ഗാമ ബ്ലാസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയുന്ന ഒരു സങ്കല്പത്തിലേക്കൊക്കെ പോവാം. നിങ്ങൾ പലരും വീഡിയോസും ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? Investments in the securities market are subject to market risk. Read all the related documents carefully before investing.